ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഡെസ്ക് മേക്ക് ഓവർ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ ഡെസ്കും അതിമുള്ള ഐറ്റംസുകളൊക്കെ. അപ്പോൾ എൻ്റെ ചാനൽ തുടക്കം മുതലേ കാണുന്നവർക്ക് അറിയുണ്ടാവും, ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, എസ്തെറ്റിക് ഡെസ്ക് മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടൊരു ലോങ് വീഡിയോ. അപ്പോൾ അതിൽ ഇങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇതിനൊന്ന് മൊത്തത്തിൽ മാറ്റിയെടുക്കണം, പുതിയൊരു ലുക്കിലേക്ക് വരുത്തണ്ടേ. പിന്നെ നമ്മളെ ചാനൽ ചെറിയ ഗ്രോ ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണ്ടേ. ആദ്യം തന്നെ ഈ ഒരു സാധനങ്ങളൊക്കെ അതിമെന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ട് മടുത്തിട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും മടുത്ത് കാണും. അപ്പോൾ ഞാൻ ഒരു പുതിയ ലുക്കൊക്കെ വരുത്തിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മൊത്തത്തിലൊന്ന് മാറ്റിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ സ്റ്റാൻഡും അതിമുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഈ വാൾ ഗ്രിഡ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചായിരുന്നു, അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിമുള്ള പ്ലാന്റ്സും ചെറിയ ചെറിയ വാൾ ഡെക്കറൊക്കെ ഒഴിവാക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഞാനെടുത്ത് ഒഴിവാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം ഞാനെടുത്ത് കളയാണ്, പുറത്ത് ഒഴിവാക്കണമെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇത് മൊത്തത്തിൽ ഞാൻ ഈ ലുക്ക് മാറ്റി കൊടുക്കുകയാണ്. അതായത് ഈ വക ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് തന്നെ വേറൊരു ലുക്കിലേക്ക് വരുത്താനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. പിന്നെ കുറച്ച് ഐറ്റംസുകൾ ഞാൻ ഇതിന് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ലുക്ക്. അപ്പോൾ ഞാൻ ആ 3 വാൾ ഡെക്കർ ഇപ്പുറത്തേക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു ബോക്സിൽ കുറച്ച് ബുക്സ് ആണ് വെക്കുന്നത്. പിന്നെ ഈ ബോക്സ് ഞാൻ ഉണ്ടാക്കിയല്ല കേട്ടോ, ഇത് ടാബിന്റെ ബോക്സ് ആണ്. അപ്പൊ അതിമേൽ ഞാനൊന്ന് പെയിന്റ് അടിച്ച് ഒന്ന് വേറെ ലുക്കിലേക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഐറ്റം ഇതാണ്, ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ അടിയിൽ കുറച്ച് ആക്രിലിക് കളേഴ്സ് ഒരു മൂടിമേ പെയിന്റ് ചെയ്തിട്ട് അങ്ങനെ അതിൽ അറേഞ്ച് ചെയ്ത് വെച്ചാണ്. ഇനി നമ്മളെ കുറച്ച് ബ്രഷ് ഹോൾഡറും പെൻ ഹോൾഡറും ഒക്കെ ആദ്യമേ കയറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ടോ, ഇതിനൊക്കെ ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയുണ്ടാവും. അപ്പൊ ആ സ്റ്റാൻഡ് അങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടുലിപ്പിനെ അവിടെ വെച്ചു കൊടുക്കാം. അതിന്റെ അടുത്തൊരു ലാമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പഴയ ക്യാമറ ആയിരുന്നു കേട്ടോ, അപ്പൊ അതിനെ ഞാനൊന്ന് പെയിന്റ് ചെയ്തിട്ട് വേറൊരു ലുക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിന്റെ അടുത്തൊരു മഷ്റൂമും ഒരു ഫ്രെയിം പിന്നെ ഒരു മിനി പ്ലാന്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കാൻഡിൽസും. ഇനി ഈ സൈഡ് നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പൊ ഈ ഒരു ടുലിപ്പിന്റെ ഓർഗനൈസർ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 2 ഓർഗനൈസേഴ്സും അവിടെ വെക്കുന്നുണ്ട് അടുത്തടുത്ത്. അതിൽ എന്റെ പെൻസിലും എന്നെ ഗ്ലൂ സീസേഴ്സ് ഇങ്ങനത്തെ ഐറ്റംസുകളാണ് കേട്ടോ. അതിന്റെ തൊട്ട് മേലെ ഇതുപോലെ ഒരു തട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ കുറച്ച് ടഡീനും മഗ്ഗും പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സ് തന്നെ. ഇനി ഈ വാൾ ഡെക്കറിമേ കുറച്ച് മിനി പ്ലാന്റും വെക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ തട്ടില്ലേ, അതിന്റെ മേലെ ഞാൻ വേറെ ഒരു തട്ടും കൂടെ ഉണ്ടാക്കി. അപ്പൊ അതിമൊരു പ്ലാന്റും പിന്നെ ഒരു ടെഡിന്റെ ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബൾബ് തൂക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മളെ പുതിയ ഐറ്റം ഇതിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ വാള് മൊത്തത്തിൽ ഞാൻ ഈ ഒരു പോസ്റ്റേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ പ്രിന്റ് എടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ വാള് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പോസ്റ്റേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ലുക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റർ മെയിൻ ആയിട്ട് വാളിൽ മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചത്. ഈ പോസ്റ്റർ എന്ന് പറയുമ്പോൾ അത് കാർഡ് പോലെ ആയിട്ട് നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ചിട്ടല്ല ഒട്ടിക്കല്. ഇത് അങ്ങനെയല്ല കേട്ടോ, ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പറഞ്ഞാണ് ഇങ്ങനെ ഒട്ടിക്കുന്ന രീതിയിലാക്കി തരാന്ന്. അപ്പൊ അങ്ങനെ ചെയ്തതാണ് ഇത്. പക്ഷെ എനിക്ക് അത്ര തന്നെ ഓക്കെ ആയി തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ആ പോസ്റ്റേഴ്സിന്റെ ഇടയിലായിട്ട് 2 പ്ലാന്റും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്രെയിമും. അങ്ങനെ എല്ലാ അറേഞ്ച്മെന്റും കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. നല്ല എസ്തെറ്റിക് ആയിട്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ആദ്യത്തേനേക്കാളും ഇതാണ് കേട്ടോ ഒന്നും കൂടെ ഇഷ്ടമായത്. പിന്നെ ഞാൻ ഒരു വാള് മാത്രമേ ഫില്ല് ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ, കാരണം അതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് ആയി വരുന്നത്. പിന്നെ മറ്റേ വാളിൽ ഞാൻ ഇനിയും സാധനങ്ങൾ ഉണ്ടാക്കുമല്ലോ, അപ്പൊ ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചു. ഈ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.